നമസ്കാരം. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആഭ്യന്തര വകുപ്പ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കെ പ്രതിഷേധവുമായി CPM. കേസ് CBIക്ക് വിടണമെന്ന ആവശ്യമുയർന്നിരിക്കെ വിജിലൻസ് തന്നെ അന്വേഷണ ഫയൽ ക്ലോസ് ചെയ്യുന്നതിലാണ് CPM പ്രതിഷേധവുമായി രംഗത്തുള്ളത്. പുനർജനി കേസ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനും സമരത്തിനുമാണ് CPM നീക്കം. പുനർജനി കേസിൽ വിജിലൻസിന് തെളിവ് ലഭിച്ചിരുന്നില്ല. ഇതോടെ സതീഷിനെതിരായ കേസ് ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷിനെതിരായ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. പുനർജനി കേസിൽ നിന്നും സതീഷിനെ ഒഴിവാക്കുന്നതിനെതിരെ ഇന്നലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. പുനർജനി കേസിൽ വി.ഡി. സതീഷിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണമാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. MLA എന്ന നിലയിൽ വിദേശയാത്ര നടത്തുന്നതിനോ ഫണ്ട് ശേഖരിക്കുന്നതിനോ വി.ഡി. സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നോ ആഭ്യന്തര വകുപ്പിൽ നിന്നോ അനുമതി വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ വിദേശത്ത് ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിയമം അനുവദിക്കില്ലെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ കേസ് പൂർണ്ണമായി വെളിപ്പെടുകയുള്ളൂ. ഈ രീതിയിൽ ഗൗരവമുള്ള ഒരു കേസ് ആഭ്യന്തര വകുപ്പ് തിടുക്കത്തിൽ അവസാനിപ്പിക്കുന്നത് സതീഷിനെ രക്ഷിക്കാനാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തിയത്. പുനർജനി കേസിൽ അസാധാരണ പ്രഖ്യാപനമാണ് നടന്നതെന്നും സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെ കൊണ്ടുതന്നെ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നേടിയിരിക്കുകയാണെന്നും ആരോപിച്ച് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീശൻ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറിയാണ് പുനർജനിയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. ഇത് കേരളത്തിന്റെ വിജിലൻസ് പരിശോധനയ്ക്കുള്ളിൽ മാത്രം നിലനിൽക്കുന്ന കേസല്ല. താൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശരിക്കും ഭയപ്പെട്ടതിന്റെ തെളിവാണ് ഈ തിടുക്കപ്പെട്ടുള്ള നടപടി. സർക്കാരിന്റെ ഈ നടപടിയെ നിയമപരമായി നേരിടും. വിഷയത്തിൽ ശക്തമായ സമരവുമായി CPM മുന്നോട്ടു പോകുമെന്നും സതീഷ് പറഞ്ഞു. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന ചടങ്ങിൽ സതീശൻ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി എത്തുന്നത്. UK ആസ്ഥാനമായ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ ട്രസ്റ്റ് എന്ന സംഘടനയാണ് വിവിധ വകുപ്പുകളിൽ നിന്നും 22,500 പൗണ്ട് സമാഹരിച്ചത്. ഇത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫെറ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നതിൽ CBI അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യമുയർന്നിരുന്നത്. പുനർജനിയിൽ CPM സമരം പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം ആളിക്കത്താനാണ് സാധ്യത.